കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ പോലീസിന്റെ നരനായാട്ട് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ തൊപ്പിയും വെച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന നിന്നെയും ജനം കാണുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. ഇതിനൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കുന്ന കാലഘട്ടവും അതിവിദൂരമല്ല എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് കള്ളും കഞ്ചാവും കൊടുത്ത് 1045 DYFIക്കാർ എന്ന വ്യാജേന കുറച്ചുപേരെ പറഞ്ഞു വിട്ടു. ആ ഓഫീസിൽ പരാതി പറയാൻ വന്നവരെ പത്തലിനടിച്ച് അവരെ പരിക്കേൽപ്പിച്ചു. ഒരാൾക്കെതിരെയും നടപടിയില്ല. VD സതീശൻ എന്ന് പറയുന്നത് പറവൂരിന്റെ MLA മാത്രമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. 6-7 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിട്ടിട്ട് ആ വീടിന്, അദ്ദേഹത്തിന്റെ വീടിനും ഓഫീസിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തവർ ഈ പറയുന്ന ഗുണ്ടകൾക്കാണ് സംരക്ഷണം ഒരുക്കിയത്. ഏത് മന്ത്രിയുടെയും ഏത് കൊമ്പറ്റ നേതാവിന്റെയും സംരക്ഷണത്തിലാണ് ആ പണി ചെയ്തതെങ്കിൽ ആ പണിക്ക് തിരിച്ചു പണി ചെയ്യാനുള്ള കരുത്ത് കേരളത്തിലെയും എറണാകുളത്തെയും കോൺഗ്രസിനുണ്ട് എന്നുകൂടി നിങ്ങൾ കാണും. ഒരു സംശയവും വേണ്ട. ഇതൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കുന്ന കാലഘട്ടവും അതിവിദൂരമല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് ഞങ്ങൾ മൈക്ക് കെട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്നത് പോലെ പുറകിൽ നിന്ന് വന്ന് ചെയ്യുന്ന ആളുകളല്ല, ഞങ്ങൾ മുന്നിലൂടെ വന്ന് ചെയ്യുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പോലെയൊന്നുമല്ല, രാത്രിയുടെയും അതുപോലെ തന്നെ പുറകിലും കൂടി വന്ന് ചെയ്യുന്ന ആളുകളല്ല, നേർക്ക് നേരെ നിന്ന് വന്ന് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇതിനൊക്കെ അവസരമുണ്ടാകും. തിരിച്ചു ചോദിക്കാൻ കഴിയാവുന്ന അവസരത്തിൽ ഇതിനെല്ലാം തിരിച്ചു ചോദിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു ചോദിക്കുക തന്നെ ചെയ്യും. ഈ ശുചിത്വനെയും കേരളത്തിൽ ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളുണ്ട്. അവരെ ആക്രമിച്ച ഈ പോലീസുകാരെ ഈ സ്റ്റേഷനുകളിൽ നിന്നും മാറ്റി മാന്യതയും മര്യാദയുമുള്ള ആളുകളാക്കി ഈ മാന്യതയോടും മര്യാദയോടും കൂടി പ്രവർത്തിക്കുന്ന പോലീസുകാരുടെ അന്തസ്സ് കൂടി കാക്കാൻ